കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിലെ അസംബ്ലി സെഗ്മെൻറ്റ് വൈസ് ഉള്ള അടുത്ത അവലോകനം എറണാകുളമാണ്. എറണാകുളത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് അറിയാം. എറണാകുളത്ത് ഇക്കുറി മത്സരം 4 പ്രധാന സ്ഥാനാർത്ഥികളുണ്ട്. 1 സിറ്റിംഗ് MP ഹൈബി ഈഡൻ, 2 KJ ഷൈൻ ഇടതുപക്ഷത്തിൻ്റെ പുതിയ പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥി, 3 ഡോക്ടർ KS രാധാകൃഷ്ണൻ. അദ്ദേഹം മുമ്പ് കോൺഗ്രസിൽ ആയിരുന്നു, അവിടുന്ന് അദ്ദേഹം BJPയിലേക്ക് എത്തി. പിന്നെ 2020 അഡ്വക്കേറ്റ് ആൻ്റണി ജൂഡി കൂടി മത്സരിക്കുന്നുണ്ട്. അതിൽ 2020 ഫാക്ടറും നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. കാരണം അസംബ്ലി സെഗ്മെൻറ്റ് എടുക്കുമ്പം 2020 മത്സരിച്ച മണ്ഡലങ്ങളിൽ അവർ നേടിയ വോട്ടുകളുടെ ഒരു കാര്യം നമ്മൾ പരിഗണിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 7 മണ്ഡലങ്ങളാണ് എറണാകുളം ലോക്സഭാ സീറ്റുള്ളത്. അതിൽ ഒന്നെടുത്ത കളമശ്ശേരിയിൽ നിലവിൽ MLA നമുക്കറിയാം P രാജീവ്, വ്യവസായ വകുപ്പ് മന്ത്രി. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിനാണ് കളമശ്ശേരിയിൽ ജയിച്ചത്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ V അബ്ദുൾ ഗഫൂറിനെയാണ് തോൽപ്പിച്ചത്. 49.49% വോട്ട് P രാജീവിന് കിട്ടി. ഗഫൂറിന്, മുസ്ലിം ലീഗിൻ്റെ ഗഫൂറിന് 39.65% കിട്ടി. വോട്ടിൻ്റെ പറഞ്ഞാൽ രാജീവിന് 77,141, ഗഫൂറിന് 61,805. 10% വോട്ടിൻ്റെ കൂടുതൽ P രാജീവിന് കളമശ്ശേരിയിൽ ലഭിച്ചു എന്നുള്ളത് അവിടെ ഇടതുപക്ഷത്തിന് കൂടുതൽ മേൽക്കൈ കിട്ടി എന്ന് നമ്മൾ, അതായത് 2021 തിരഞ്ഞെടുപ്പിൽ. ഇപ്പം 2 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ലോക്സഭ വരുന്നു. അപ്പോൾ 15,336 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 10% വോട്ട് ഡിഫറൻസും 15,336 വോട്ടിൻ്റെ ഭൂരിപക്ഷവും P രാജീവിന് കിട്ടിയത് ഇപ്പോഴും LDFന് അത് മുതൽക്കൂട്ടാണ്. LDF സ്ഥാനാർത്ഥി KJ ഷൈനും അതിനകത്ത് ഒരു നല്ലൊരു സംഖ്യ അല്ലെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരിച്ചടികളൊന്നും അതിൻ്റെ അകത്ത് വരാൻ കാരണമില്ല. പിന്നെ അവിടെ നിന്ന് PS ജയരാജ് BDJS തുഷാർ വെള്ളാപ്പള്ളി NDA സഖ്യം നേടിയത് വെറും 7.17%. വോട്ട് പറഞ്ഞ 11,179. കാര്യമായൊരു ചലനം BJPക്ക് അവിടെ NDAക്കോ PDJSനോ ഉണ്ടാക്കാൻ ഇനിയും സാധിക്കില്ല എന്ന് നമ്മൾ ഊഹിക്കുക. പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്തത്, ഇത് ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കണം. കളമശ്ശേരിയിൽ അതിന് മുമ്പ് 2 തവണ രാജീവ് ഇപ്പം 2 തവണ ജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ VK ഇബ്രാഹിം കുഞ്ഞായി. മന്ത്രി, നമ്മുടെ പഞ്ചവടിപ്പാലം കേസിൽപ്പെട്ട മന്ത്രി, പാലാരിവട്ടം പാലം, അഴിമതി പാലം, അങ്ങനെ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഇമേജ് എല്ലാം പോയി. പക്ഷേ 2016-ലും 21 മുമ്പ് 2016-ലും അതിനു മുമ്പും ഇബ്രാഹിം കുഞ്ഞാണ് അവിടെ ജയിച്ചത്. UDF മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. അഴിമതി കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഇബ്രാഹിം കുഞ്ഞും മറ്റുദ്യോഗസ്ഥരും അവസാനം ലീഗിൽ തന്നെ അദ്ദേഹം ഒതുക്കപ്പെട്ടു പോയി. അങ്ങനെയാണ് ഗഫൂർ മത്സരിച്ചത്. അത് നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഇമേജ് UDFന് അവിടെ ഇല്ലാണ്ടായിപ്പോയി. മന്ത്രി അഴിമതിക്കാരൻ, മന്ത്രിയുടെ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരൻ, പിന്നെ ലീഗിന് അവിടുത്തെ ആ ഒരു ക്ലച്ച്, ആ ഒരു ഗ്രിപ്പ് അവിടെ നിന്ന് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിനും അവിടെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മണ്ഡലം പറവൂരാണ്. സാക്ഷാൽ VD സതീശൻ്റെ പറവൂരാണ്. VD സതീശൻ 5 തവണ അവിടെ ജയിച്ചു വന്ന ആളാണ്. അതിൽ കഴിഞ്ഞ 2 തവണ, ഇപ്പോഴല്ല, അതിന് 2 തവണ അദ്ദേഹം 2011 അദ്ദേഹം പന്നിയൻ രവീന്ദ്രനെ ആണ് തോൽപ്പിച്ചത്. അന്ന് ഭൂരിപക്ഷം തന്നെ 11,349 വോട്ട് ഭൂരിപക്ഷം പന്നിയൻ രവീന്ദ്രനെ തോൽപ്പിക്കുമ്പോൾ VD സതീശന് കിട്ടിയിരുന്നു 2011. 2016 അറിയപ്പെടുത്ത ശാരദാ മോഹൻ എന്നൊരാളാണ് CPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. പിന്നെ BDJS അന്ന് അവിടെ ഹരി വിജയൻ 28,000 വോട്ട് നേടി, 17.50. ഈ BDJS ഈ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അത്യാവശ്യ വോട്ട് അവിടെ പിടിക്കുന്നുണ്ട്. പറവൂർ, വടക്കൻ പറവൂരിലെ സതീഷിൻ്റെ മണ്ഡലത്തിൽ. അത് നമ്മൾ കാണാതിരിക്കരുത്. കാരണം ഇക്കുറിയും BDJSൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ സംഘപരിവാർ വോട്ടുകൾ എങ്ങനെ പോകും? അൽഫോൻസ് കണ്ണന്താനം കഴിഞ്ഞ തവണ മത്സരിച്ചു, ഇത്തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. രാധാകൃഷ്ണൻ
ഒരു പരിധിവരെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അൽഫോൺസ് കണ്ണന്താനം നേടിയ 1.5 ലക്ഷത്തിലധികം വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ ഒരുപക്ഷേ കെ.എസ്. രാധാകൃഷ്ണൻ നേടാൻ സാധ്യതയുണ്ട്. കാരണം കണ്ണന്താനം നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് എറണാകുളം മണ്ഡലത്തിൽ BJP നേടുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ. അതിൽ BDJSന്റെ ഒരു പങ്കും ഉണ്ടാവും. ചില മണ്ഡലങ്ങളിൽ അവർക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, ഈ വടക്കൻ പറവൂരിൽ ഇനി ഒരു മത്സരം വന്നാൽ അസംബ്ലിയിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിടാൻ ഏറ്റവും യോഗ്യയായ സ്ഥാനാർത്ഥിയാണ് KA ഷൈൻ. പറവൂർക്കാരിയാണ്. അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളാണ് CPMൽ നിന്നും. അപ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ VD സതീശൻ്റെ മുഖ്യ എതിരാളിയായിട്ട് KJ ഷൈൻ വന്നാൽ അത് VD സതീശന് കടുത്ത മത്സരമാണ്. കാരണം ഒരു ഇടതുപക്ഷ മണ്ഡലം CPI സ്ഥിരം മത്സരിച്ച് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് VD സതീശൻ പിടിച്ചടക്കിയത് കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പുകളിൽ. അത് തിരിച്ചു പിടിക്കേണ്ടത് LDFന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തുള്ളൊരു നിർദ്ദേശം, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പം ഈ പറവൂർ മണ്ഡലം CPI ഉപേക്ഷിച്ചത് CPIMന് കൊടുക്കുക. CPI അതിൻ്റെ ക്ലെയിം വിടുക. കാരണം അവർക്ക് അവിടെ കഴിഞ്ഞ 4-5 തവണയായിട്ട് ജയിക്കാൻ പറ്റുന്നില്ല. ജയിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലം, ഇപ്പം തിരുവനന്തപുരം പോലെ തന്നെ പറയുന്നത്, ലോക്സഭ പോലെ തന്നെ, അത് CPIMന് വിട്ടുകൊടുക്കുക. അങ്ങനെ വന്നാൽ അടുത്തവണ KJ ഷൈൻ അവിടെ മത്സരിച്ചാൽ അതൊരു കടുത്ത മത്സരമായിരിക്കും VD സതീശൻ വീണ്ടും മത്സരിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ പറവൂരിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത് ഇനി KJ ഷൈൻ തന്നെയാണ്. കാര്യത്തിൽ യാതൊരു ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി വൈപ്പിൻ, മൂന്നാമത്തെ മണ്ഡലം വൈപ്പിനാണ്. വൈപ്പിൻ ഒരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. 2016-ലും 2011-ലും S. ശർമ്മ ജയിച്ച മണ്ഡലമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ. ഇക്കുറി ഈ 2021 അവിടെ വൈപ്പിനിൽ KN ഉണ്ണികൃഷ്ണൻ CPIMന്റെ ആണ് സ്ഥാനാർത്ഥി മത്സരിച്ച് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 8201 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് KN ഉണ്ണികൃഷ്ണൻ ജയിച്ചത്. ഉണ്ണികൃഷ്ണൻ 41.24% വോട്ടും, എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ദീപക് ജോയിക്ക് 37.49% വോട്ടും. 2020 അവിടെ, അദ്ദേഹം 2020 നമ്മളെപ്പോഴും ഓർക്കണം, 2020 അവിടെ 12.79 വോട്ട് പിടിച്ചു. 12.79% വോട്ട് അവിടെ ജോയി ചക്കാലയ്ക്കൽ 2020 പാർട്ടി കിഴക്കമ്പലം സൗവൻ ജാക്കബിൻ്റെ പാർട്ടി പിടിച്ചു. അത് നമ്മൾ കുറച്ച് കാണരുത്. ആ 12%-ൽ നിന്ന്, അതായത് വോട്ട് പറഞ്ഞാൽ 16,707 വോട്ട്. ഈ വോട്ടുകൾ ഇത്തവണ പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന 2020 സ്ഥാനാർത്ഥി എറണാകുളത്ത് മത്സരിക്കുന്നുണ്ട്, ചാലക്കുടിയിൽ മത്സരിക്കുന്നുണ്ട്. അവർക്ക് പോകുമോ? 2020 തന്നെ വോട്ട് കിട്ടുമോ? ഇതിൽ കൂടുതൽ കിട്ടുമോ? അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ആരെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതൊക്കെയുള്ള അണ്ടർ കറൻസ്, അന്തർധാരകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 2020 അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ 2020 ഇത്ര വോട്ട് പിടിച്ചില്ല, 12% വോട്ട് അവർ പിടിച്ചു എന്നുള്ളതാണ്. പിന്നെ BJPക്ക് അത്രയും പോലും കിട്ടിയില്ല. 2020 പിടിച്ച വോട്ട് പോലും BJP അന്ന് വൈപ്പിനി പിടിച്ചില്ല. BJPക്ക് വെറും 10.37% കിട്ടിയുള്ളൂ. BJPയുടെ KK ഷൈജു വോട്ടിൻ്റെ എണ്ണം പറഞ്ഞാൽ 13,540 വോട്ട് മാത്രമേ നേടിയുള്ളൂ. അതിനേക്കാൾ മുന്നിൽ 3000 അധികം വോട്ട് 2020 നേടി എന്നുള്ളത് നമ്മൾ കാണാൻ. ഇനി അപ്പോൾ വൈപ്പിൻ LDFന്റെ പിന്നിൽ ഉറച്ചു നിൽക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കടമശ്ശേരി പോലെ തന്നെ. ഇനി കൊച്ചിയിൽ KJ മാക്സി 2 തവണ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് വന്ന സിറ്റിംഗ് MLA ആണ്. ഇടതുപക്ഷത്തിന് അവിടെ മുൻതൂക്കമുണ്ട്. കഴിഞ്ഞ തവണ 2021 മാക്സിക്ക് 42.45% വോട്ടും, ടോണി ചമ്മിണി കോൺഗ്രസ് എതിർ സ്ഥാനാർത്ഥി, മുൻ മേയർ, കൊച്ചി മേയർക്ക് കിട്ടിയത്, അദ്ദേഹം അറിയപ്പെടുന്ന നേതാവാണ്, 31.51% വോട്ട് മാത്രമാണ്. അപ്പോൾ അത്രയും വോട്ടിൻ്റെ ഒരു വ്യത്യാസം, പിന്നെ 14,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് മാക്സി അവിടെ ജയിച്ചത്.
കഴിഞ്ഞ തവണയും അതിന് മുമ്പും ജയിച്ചു. അവിടെ BJP ഷൈനി ആന്റണി അവിടെ 2020 ഉണ്ട്, അത് നോട്ട് ചെയ്യുക. 15.29% വോട്ട് പിടിച്ചു. അപ്പം 19,676 വോട്ട് സംഖ്യ പറഞ്ഞാൽ. അപ്പം ഈ വോട്ടുകൾക്ക് KS രാധാകൃഷ്ണൻ ഇപ്പം NDA സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. 2020 വോട്ട് എങ്ങോട്ട് പോകും? ഇനി BJPക്ക് അവിടെ കിട്ടിയ വോട്ട് CG രാജഗോപാൽ BJPക്ക് കിട്ടിയത് വെറും 8.54%. അപ്പോൾ 10,991 വോട്ട്, 11,000 വരെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും വൈപ്പിനിലും കൊച്ചിയിലും അതേപോലെ ഈ പറയുന്ന ഈ ചില മണ്ഡലങ്ങളിലെ 2020 വോട്ടിങ് പെർസെൻറ്റേജ് BJPയേക്കാൾ കൂടുതലാണ്. BJP 10% നേടുന്നെങ്കിൽ അവർ 15% 2020 നേടിയിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇക്കുറി അവരുടെ ഇമേജ് എങ്ങനെ? ഇപ്പോൾ സാബു ജേക്കബിൻ്റെ ഇമേജൊക്കെ കുറെ പോയി, പല വിവാദങ്ങൾ തെലങ്കാന ഒക്കെ വന്നു. പിന്നെ നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് പൈസ കൊടുത്തത്, പിന്നെ തെലങ്കാന ഭരിക്കുന്ന പാർട്ടിക്ക്, അന്നത്തെ പാർട്ടിക്ക് പൈസ കൊടുത്തത്, ഇതൊക്കെ പുറത്തു വന്നപ്പോൾ സാബു ജേക്കബിൻ്റെയും 2020 ഇമേജ് ഇത്തിരി ഇടിഞ്ഞിട്ടുണ്ട്. ഇടിഞ്ഞ സ്ഥിതിക്ക് ആ 2020 വോട്ടുകൾ മാറുമോ? എങ്ങോട്ട് പോകും? അത് LDFന് കിട്ടുമോ, UDFന് കിട്ടുമോ, BJPക്ക് കിട്ടുമോ? അതോ 2020 നല്ലൊരു സംഖ്യ വോട്ട് എറണാകുളം ലോക്സഭയിൽ പിടിക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പിടിക്കുന്ന വോട്ടുകൾ വിജയപരാജയത്തെ നിർണ്ണയിക്കും. ഹൈബിയുടെയോ KJ ഷൈൻ്റെയോ വിജയപരാജയത്തെ നിർണ്ണയിക്കുന്ന ഘടകമാണത്. എന്തായാലും BJP എറണാകുളത്ത് ജയിക്കാൻ പോകുന്നില്ല. KS രാധാകൃഷ്ണൻ വോട്ടുകൾ കൂടുതൽ പിടിക്കും എന്നതൊഴിച്ചാൽ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഹൈബിയുടെയോ KJ ഷൈൻ്റെയോ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് ഇതൊക്കെ മാറി മറിഞ്ഞ് വരാം. അതാണ് കൊച്ചിയിലെ ഒരു ചിത്രം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട 5ാമത്തെ മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. അത് കോടതിയിൽ പോയി കേസായി അവിടെ വിധി വന്ന് ഒക്കെ കിടക്കുന്ന ഒരു സംഭവമാണ്. വെറും 1232 വോട്ടിനാണ് M സ്വരാജ് CPIMന്റെ പ്രമുഖ യുവ നേതാവിനെ കഴിഞ്ഞ തവണ K ബാബു കോൺഗ്രസ് നേതാവ് മുൻമന്ത്രി തോൽപ്പിച്ചത്. അവിടെ വർഗീയതയും ജാതിയും അല്ലെ വിശ്വാസവും പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ള കേസ് ശബരിമല വിഷയം ഉൾപ്പെടെ കോടതിയിൽ പോയി. അത് ഹൈക്കോടതിയിൽ അതിൻ്റെ വിധി വന്നു. അതൊരു വിചിത്രമായ വിധി എന്നാണ് പലരും വിലയിരുത്തിയത്. നിയമ വിദഗ്ധർ M സ്വരാജും അങ്ങനെ അതിനെപ്പറ്റി പ്രതികരിച്ചു. അതവിടെ നിൽക്കട്ടെ. ആ കോടതിയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് തൃപ്പൂണിത്തുറ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണനായിരുന്നു BJP സ്ഥാനാർത്ഥി. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ എറണാകുളത്ത് മത്സരിക്കുന്ന ലോക്സഭാ സ്ഥാനാർത്ഥി. അന്ന് KS രാധാകൃഷ്ണൻ 15.20 വോട്ട് നേടി. അതായത് 23,756. അതൊരു ചെറിയ സംഖ്യയല്ല. BJP 15% വോട്ട് പിടിക്കുമ്പം അവിടെ BJP ഒരു ശക്തിയാണെന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം തൃപ്പൂണിത്തുറയിൽ ആ ഒരു ബാക്കപ്പ് BJPക്കുണ്ട്. അത് ഒരു സ്വാഭാവികമായിട്ടും KS രാധാകൃഷ്ണൻ കഴിഞ്ഞവണ കിട്ടിയ ഈ വോട്ടുകൾ ഒരു പരിധിവരെ അതൊക്കെ തന്നെ വീണ്ടും KS രാധാകൃഷ്ണൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്, KS രാധാകൃഷ്ണൻ കൂടുതൽ വോട്ട് അൽഫോൻസ് കണ്ണന്താനത്തേക്കാൾ പിടിക്കും എന്ന് പറയാനുള്ള കാര്യം അവിടെയാണ്. ആ പിടിക്കുന്നത് ആരെ ബാധിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇതാണ് തൃപ്പൂണിത്തുറയിലെ പിക്ചർ. 2016 അവിടുത്തെ MLA ആയിരുന്നു M സ്വരാജ്. സിറ്റിംഗ് MLA ആണ് K ബാബു വീണ്ടും തോൽപ്പിച്ചത്. അന്ന് സിറ്റിംഗ് MLA ആയ K ബാബുവിനെ തന്നെയാണ് സ്വരാജ് തോൽപ്പിച്ച് ജയിച്ചു വന്നത് യുവ നേതാവായിട്ട്. അന്ന് തുറവൂർ വിശംബരൻ BJP സ്ഥാനാർത്ഥി അവിടെ 19.29% വോട്ട് പിടിച്ചു 2016. ഇപ്പൊ KS രാധാകൃഷ്ണൻ 15% പിടിച്ചപ്പോൾ തുറവൂർ വിശംബരൻ 19% വോട്ട് 2016 പിടിച്ചിരുന്നു. അപ്പൊ 2016 കിട്ടിയതിനേക്കാൾ ഒരു 4-5% വോട്ട് 2019 BJPക്ക് തൃപ്പൂണിത്തുറയിൽ കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ അസംബ്ലി സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പലയിടത്തും ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, പല ലോക്സഭയുടെ അസംബ്ലി സെഗ്മെന്റുകളിൽ BJPക്ക് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടുകൾ കുറഞ്ഞ ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ പറഞ്ഞ തൃപ്പൂണിത്തുറ. വേറെ പല മണ്ഡലങ്ങളിലും 2016 BJP കിട്ടിയ വോട്ട് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വോട്ട് മറിയുകയോ അല്ലെങ്കിൽ അവിടെ മാറ്റം വരികയോ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
ഇനി എറണാകുളമാണ് അടുത്ത മണ്ഡലം. എറണാകുളത്ത് കോൺഗ്രസിൻ്റെ ഒരു തട്ടകമാണ്. ടി ജെ വിനോദ് 2ാം തവണയോടെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് നല്ല മാന്യമായ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 10,970 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പോൾ അവിടെ പിന്നെ 41.72 ടി ജെ വിനോദ്, ഷാജി ജോർജ് LDFന് 31.75, പിന്നെ അത്രയുമാണ് അവിടെ കിട്ടിയത്. ഇനി 2019 ആദ്യം ടി ജെ വിനോദ് ജയിക്കുന്ന ബൈ ഇലക്ഷനിലാണ്. അതായത് 2019 എറണാകുളം MLA ഹൈബിയുടെ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതുകൊണ്ട് ഈ ആറ്റിങ്ങൽ പിന്നെ കോന്നിയിൽ നടന്നതുപോലെ ഇവിടെ ബൈ ഇലക്ഷൻ വന്നു. അതിൽ 3,750 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ടി ജെ വിനോദ് ജയിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. പിന്നെ രാജഗോപാൽ BJP 14.85% വോട്ട് അവിടെ നേടിയിട്ടുണ്ട്. BJPക്ക് ഒരു 15ഓളം ശതമാനം വോട്ട് അവിടെ ഉണ്ട്. 13,357 വോട്ട് നേടി. അപ്പോൾ BJPക്ക് അവിടെ ഒരു സ്വാധീനമുണ്ട്, ഒരു 15% വോട്ടിന്റെ സ്വാധീനമുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എറണാകുളം മണ്ഡലം ഒരു UDF അനുകൂല മണ്ഡലമായിട്ട് തന്നെയായിരിക്കും അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഈ ലോക്സഭയിൽ വരിക. അതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. ഇനി 7ാമത്തെ മണ്ഡലമാണ് തൃക്കാക്കര. തൃക്കാക്കരയിലും ബൈ ഇലക്ഷൻ വന്ന് PT തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് തൃക്കാക്കരയിൽ ഉമാ തോമസ് PT നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഒരു സഹതാപ തരംഗം ഒക്കെ ഉയർത്തിക്കൊണ്ട് നമുക്കറിയാം. അപ്പോൾ ഉമാ തോമസ് 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ 2022 ബൈ ഇലക്ഷൻ ജയിക്കുന്നത്. PT തോമസിന്റെ മരണത്തെ തുടർന്ന് 53.76% വോട്ട് ഉമ നേടി. സംഖ്യ പറഞ്ഞാൽ 77,770 വോട്ടുകൾ. തൊട്ടടുത്ത് വന്ന ജോ ജോസഫ് LDFന് കിട്ടിയത്, ഡോക്ടർ ജോ ജോസഫിന് കിട്ടിയത് 35.28%, 47,754 വോട്ട്. അപ്പോൾ ഒരു വലിയ മാർജിനിലാണ് ഉമാ തോമസ് ജയിച്ചിരിക്കുന്നത്. തൃക്കാക്കര UDFന്റെ ഉറച്ച മണ്ഡലം തന്നെയാണെന്ന് നമുക്കെല്ലാം അറിയാം. അവിടെ AN രാധാകൃഷ്ണൻ BJP ബൈ ഇലക്ഷനിൽ നേടിയത് വെറും 9.57, 10% പോലും കടന്നില്ല. 29,577 വോട്ടാണ് നേടിയത്. ഇനി 2016 PT തോമസിന് കിട്ടിയ ഭൂരിപക്ഷം 11,966, 12,000 എന്ന് കൂട്ടിക്കോ. 12,000 നിന്നാണ് ഉമാ തോമസ് 25,000-ലേക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത്. 2011 ബെന്നി ബെഹനാൻ അവിടെ 20,000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. UDF കോൺഗ്രസ് നേതാവ്. അങ്ങനെ നോക്കുമ്പോൾ തൃക്കാക്കര 2021 എടുക്കുമ്പോൾ പിന്നെ PT തോമസ് 43.82, S സജി BJP 11.34, ടെറി തോമസ് 2020, അവിടെയും 2020 ഉണ്ട്, അത് നമ്മൾ പരിഗണിക്കണം, 10.8% വോട്ട് അവർ നേടിയിട്ടുണ്ട് 2020. അതായത് 13,897 വോട്ട് അവർ നേടി. ഡോക്ടർ ജേക്കബ് പിന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി 33.32%, അതായത് 45,510 വോട്ടാണ് നേടിയത്. അപ്പോൾ 14,000 വോട്ടിനാണ് അന്നും പിന്നെ അവിടെ PT ജയിക്കുന്നത്. അപ്പോൾ മൊത്തം നോക്കിയാൽ ഈ 7 മണ്ഡലങ്ങളിൽ UDFന് വളരെ വളരെ വേരോട്ടമുള്ള മണ്ഡലങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് വ്യക്തമാണ്. ആ മണ്ഡലങ്ങളിലെ ഇത്തവണത്തെ അസംബ്ലി സെഗ്മെന്റിലെ വോട്ടിംഗ് പാറ്റേൺ ലോക്സഭയിൽ ഹൈബി ഈഡന് അനുകൂലമായിരിക്കും കൂടുതലും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കളമശ്ശേരി LDF, പറവൂർ VD സതീശന്റെ UDF, വൈപ്പിൻ LDF, കൊച്ചി LDF, പിന്നെ എറണാകുളം UDF, തൃപ്പൂണിത്തുറ ടൈയാണ്. 2 മുന്നണിക്കും ഇടതിനും വലതിനും ഏതാണ്ട് തുല്യ ശക്തിയുള്ള ഒരു സിറ്റുവേഷനാണ് തൃപ്പൂണിത്തുറയിലുള്ളത്. പിന്നെ തൃക്കാക്കര UDFന് അനുകൂലമാണ്, എറണാകുളം UDF. അപ്പം എറണാകുളം UDFന് അനുകൂലം. ഇതിൽ തൃക്കാക്കര, എറണാകുളം, പിന്നെ പറവൂർ, ഇത്രയും മണ്ഡലങ്ങൾ UDFന് മേൽക്കൈ കിട്ടും ഈ 3 മണ്ഡലങ്ങളിൽ. അതേസമയം അതിന് ബദലായിട്ട് മറ്റു 3 മണ്ഡലങ്ങളിൽ കളമശ്ശേരിയിലും അസംബ്ലി സെഗ്മെന്റാണ് പറയുന്നത്, കളമശ്ശേരിയിലും വൈപ്പിനിലും കൊച്ചിയിലും LDFന് മേൽക്കൈ കിട്ടും, വ്യക്തമായ മേൽക്കൈ കിട്ടും. KJ ഷൈന് മേൽക്കൈ കിട്ടും.
പിന്നെ തൃപ്പൂണിത്തറ തുലാസിൽ നിൽക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ മാറി മറിയാവുന്ന ഇതാണ്. അപ്പം ഇതാണ് എറണാകുളത്തിൻ്റെ ഏറ്റവും ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൊതുവെ എറണാകുളത്തെ നമ്മൾ UDFിൻ്റെ കോട്ട എന്ന് പറയുന്നിടത്ത് ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പോൾ അവിടെ നിന്ന് MP ആയിട്ട് ജയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വിജയത്തിന് അടുത്തുവരെ എത്തിയിട്ടുണ്ട് ആരാണ് സിന്ധു ജോയി. 2009 KV തോമസ് മാഷിനെ ജയിച്ചെങ്കിലും വെറും 11,790 വോട്ടിനാണ് KV തോമസ് ജയിച്ചത്. സിന്ധു ജോയി എന്ന് പറയുന്ന യുവ നേതാവ്, SFI നേതാവ് കടുത്ത മത്സരം അവിടെ കാഴ്ചവെച്ച മണ്ഡലമാണ് എറണാകുളം. അപ്പൊ ഇങ്ങനെ കടുത്ത മത്സരം അവിടെ ഇടതുപക്ഷത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് സിന്ധു ജോയി ആണെങ്കിലും സെബാസ്റ്റ്യൻ പോൾ ആണെങ്കിലും. അപ്പം ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ വിലയിരുത്തൽ സിന്ധു ജോയിയെ പോലെ സെബാസ്റ്റ്യൻ പോളിനെ പോലെ വിജയം വരിച്ച സെബാസ്റ്റ്യൻ പോളിനെ പോലെ വിജയത്തിന് അടുത്ത് വരെ എത്തിയ സിന്ധു ജോയിയെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ ഒരു അപ്പീൽ, ഒരു മതിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് എത്രമാത്രം വോട്ടായിട്ട് മാറും എന്നുള്ളത് നമുക്ക് പറയാൻ പെട്ടെന്ന് ഒരു കൃത്യ കണക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈബീഡന് അതിനകത്ത് അതിൻ്റെതായ പരുക്ക് പറ്റും. ഹൈബീഡന് കിട്ടുന്ന വോട്ടുകളിൽ അതിൻ്റെതായ കുറവുണ്ടാകും. പിന്നെ KS രാധാകൃഷ്ണൻ മോശം സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളും ഇതിനകത്ത് നിർണായകമാണ്. പിന്നെ 2020 3 മണ്ഡലങ്ങളിൽ അത്യാവശ്യം 15%, 10% മുകളിൽ വോട്ടുകളുണ്ട്. അത് 2020 കിറ്റിയിൽ വീഴുമോ, ആന്റണി ജൂഡിക്ക് അത് കിട്ടുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ വിജയസാധ്യത ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് എറണാകുളത്തെ സംബന്ധിച്ച്.